മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ഗുരുഗ്രാം ഭദ്രാസനത്തിന്റെ പ്രഥമ ഇടയനും ഗുരുഗ്രാം രൂപതാധ്യക്ഷനുമായ ബിഷപ്പ് ജേക്കബ് മാർ ബർണബാസ് കാലം ചെയ്തു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ഗുരുഗ്രാം ഭദ്രാസനത്തിന്റെ പ്രഥമ ഇടയനും ഗുരുഗ്രാം രൂപതാധ്യക്ഷനുമായ ബിഷപ്പ് ജേക്കബ് മാർ ബർണബാസ് പിതാവ് കാലം ചെയ്തു. 60 വയസ്സായിരുന്നു. കോവിഡാനന്തര ചികിത്സയുമായി ബന്ധപ്പെട്ട് ദീർഘനാളായി ന്യൂഡൽഹി ഫോർട്ടിസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മലങ്കര കത്തോലിക്ക സഭയ്ക്കും ഭാരത കത്തോലിക്ക സഭയ്ക്കും ഒരു തീരാ നഷ്ടം വരുത്തിയാണ് ഗുരുഗ്രാം രൂപതാധ്യക്ഷനായ ബിഷപ്പ് ജേക്കബ് മാർ ബർണബാസ് പിതാവ് വിടവാങ്ങിയത്. മാസങ്ങൾക്ക് മുന്നേ കോവിഡ് മുക്തനായെങ്കിലും അനുബന്ധ രോഗങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. അതിനാൽ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ 5 മാസത്തോളമായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. വ്യാഴാഴ്ച പുലർച്ചെ മുതൽ കടുത്ത ശ്വാസതടസ്സവും മറ്റും അനുഭവപ്പെട്ടതിനെ തുടർന്ന് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്താനായെങ്കിലും 1 മണിയോടെ നില അതീവ ഗുരുതരമാവുകയും അന്ത്യം സ്ഥിരീകരിക്കുകയുമായിരുന്നു. 2007 മാർച്ച് 22-ന് അദ്ദേഹം ഭാരതത്തിലെ മലങ്കര സുറിയാനി കത്തോലിക്ക അപ്പസ്തോലിക് വിസിറ്ററായി നിയമിക്കപ്പെടുകയും 2015 മെയ് 1-ന് ഗുരുഗ്രാം സെന്റ് ക്രിസോസ്റ്റം ഭദ്രാസനത്തിന്റെ പ്രഥമ അധ്യക്ഷനായി നിയമിതനാവുകയും ചെയ്തു. പിന്നീട് ഗുരുഗ്രാം രൂപതാധ്യക്ഷനായി സ്ഥാനമേറ്റു. ഇക്കാലയളവിലെല്ലാം ഡോക്ടർ ജേക്കബ് മാർ ബർണബാസ് ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ഗുരുഗ്രാം രൂപതയുടെ ബിഷപ്പായി ചുമതലയേറ്റ ശേഷം തെരുവിൽ ജീവിക്കുന്ന 100 സാധുക്കൾക്ക് ഒരു ഇടയന്റെ സാന്ത്വനം ഏകിയിരുന്നു. ഇക്കാലയളവിൽ ആയിരങ്ങളുടെ ഒഴിഞ്ഞ വയറും മനസ്സും നിറയ്ക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. നിലവിൽ ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്നത്. സംസ്കാര ശുശ്രൂഷകൾ ശനിയാഴ്ച രാവിലെ 10-ന് ദില്ലി നെപ്സാറായ് സെന്റ് മേരീസ് കത്തീഡ്രലിൽ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബെസേലിയോസ് ക്ലീമിസ് ബാവയുടെ നേതൃത്വത്തിൽ നടക്കും. ഷെക്കേന ന്യൂസ് ബ്യൂറോ, ദില്ലി. അശരണർക്ക് ആലംബവും കാരുണ്യം അർഹിക്കുന്നവർക്ക് പ്രത്യാശയുടെ പച്ചത്തുരുത്തുമായിരുന്നു ഗുരുഗ്രാം മലങ്കര രൂപതാധ്യക്ഷൻ ബിഷപ്പ് ജേക്കബ് മാർ ബർണബാസ്. 1986-ൽ വൈദിക പട്ടം സ്വീകരിച്ച അദ്ദേഹം 2015-ലാണ് ഗുരുഗ്രാം രൂപതയുടെ ഇടയനായി അവരോധിക്കപ്പെട്ടത്. ഗുരുഗ്രാം രൂപതാധ്യക്ഷനായി സ്ഥാനം അലങ്കരിക്കുമ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ചാരെ നിൽക്കാനായിരുന്നു ബിഷപ്പ് ജേക്കബ് മാർ ബർണബാസിന്റെ പരിശ്രമങ്ങൾ ഏറെയും. ഡൽഹി ഗുരുഗ്രാം രൂപതാധ്യക്ഷനായി 2015-ൽ സ്ഥാനാരോഹണം ചെയ്യപ്പെട്ട ബിഷപ്പ് ജേക്കബ് മാർ ബർണബാസ് പത്തനംതിട്ട ജില്ലയിൽ റാന്നി കരിക്കുളം ഏറത്ത് വർഗീസ് റേച്ചൽ ദമ്പതികളുടെ മകനായി 1960 ഡിസംബർ 7-നാണ് ജനിച്ചത്. കരിക്കുളം LP സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസവും തുടർന്ന് റാന്നിയിൽ നിന്ന് ഹൈസ്കൂൾ പഠനവും പൂർത്തിയാക്കി. 1975-ൽ ബദനിയാശ്രമത്തിൽ ചേർന്ന അദ്ദേഹം 1986-ൽ ആർച്ച് ബിഷപ്പ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ചു. ശേഷം ബദനിയാശ്രമത്തിൽ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സ്ഥാനമടക്കം നിരവധി ചുമതലകൾ വഹിച്ചു. ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്നതിന്റെ ഭാഗമായി റോമിലെ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മോറൽ തിയോളജിയിൽ ഡോക്ടറേറ്റ് നേടി. 2007-ലാണ് മലങ്കര കത്തോലിക്ക സഭയുടെ അധികാരപരിധിക്ക് പുറത്തുള്ള വിശ്വാസികളുടെ അപ്പോസ്തലിക വിസിറ്ററായി ബെനഡിക്ട് 16-ാമൻ പാപ്പ ബിഷപ്പ് ജേക്കബ് മാർ ബർണബാസിനെ നിയമിച്ചത്. മാർ ബെസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവയിൽ നിന്നാണ് മെത്രാഭിഷേകം സ്വീകരിച്ചത്. സഭയുടെ വളർച്ചയ്ക്കായി ഏറെ ശ്രമിക്കുമെന്നും ദൈവത്തിന്റെ വലിയ ഒരു കരുതലും പരിപാലനവുമാണ് ലഭിച്ചിരിക്കുന്നതെന്നും പുതിയ രൂപതയുടെ ബിഷപ്പായി നിയമിതനായ ശേഷം ജേക്കബ് മാർ ബർണബാസ് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ഗുരുഗ്രാം രൂപതാധ്യക്ഷനായിരുന്ന ഈ 6 വർഷക്കാലയളവിൽ അനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ച നന്മയുടെ നിറകുടമായിരുന്നു ബിഷപ്പ് ജേക്കബ് മാർ ബർണബാസ്. കോവിഡ് കാലത്തു നടത്തിയ സന്നദ്ധ പ്രവർത്തനങ്ങളും 2010 മുതൽ തെരുവിൽ കഴിയുന്നവർക്കായി ഉച്ചഭക്ഷണമൊരുക്കുന്ന പദ്ധതിക്കും നിർണായക പങ്കുവഹിച്ചു. ഷെക്കേന ന്യൂസ്, ദില്ലി. പ്രേക്ഷിത തീക്ഷ്ണതയാൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ച ഇടയ ശ്രേഷ്ഠനാണ് നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ട ഗുരുഗ്രാം ഡൽഹി മലങ്കര രൂപതാധ്യക്ഷൻ ജേക്കബ് മാർ ബർണബാസ് എന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ. വിശ്വാസത്തെയും സ്വന്തം ബോധ്യങ്ങളെയും തീക്ഷ്ണതയോടെ പ്രഘോഷിച്ച ആത്മീയ ആചാര്യനാണ് മാർ ബർണബാസ് എന്ന് മാർ മാത്യു അറയ്ക്കലും അനുസ്മരിച്ചു. മലങ്കര വിശ്വാസികൾക്ക് വേണ്ടിയുള്ള അപ്പസ്തോലിക വിസിറ്റേറ്ററായും മലങ്കര രൂപതയുടെ പ്രഥമ മേലധ്യക്ഷനായും ഇടയധർമ്മം നിറവേറ്റിയ അഭിവന്ദ്യ ജേക്കബ് മാർ ബർണബാസ് പിതാവിന്റെ മേൽപ്പെട്ട ശുശ്രൂഷയിൽ വചനത്തിന് സാക്ഷ്യമാകുക എന്ന ആപ്തവാക്യം ലക്ഷ്യം കാണുന്നതിന് ദൈവാശ്രയത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് അദ്ദേഹം വിവിധ കർമ്മപദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു. ഹൃദയാർദ്രതയോടെ സഹോദരങ്ങളിലേക്ക് കരങ്ങൾ നീട്ടുമ്പോഴാണ് സുവിശേഷം യാഥാർത്ഥ്യമാകുന്നതെന്ന വിശ്വാസബോധ്യത്തിലൂടെ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. തെരുവിൽ അലയുന്നവർക്ക് ദിവസവും ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയും പ്രചോദന സോഷ്യൽ സർവീസ് സൊസൈറ്റി വഴിയുള്ള കോവിഡ് പ്രതിരോധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ജേക്കബ് മാർ ബർണബാസിന്റെ അനുകമ്പയുടെയും ആർദ്രതയുടെയും ഉദാഹരണങ്ങളാണ്.
അഭിവന്ദ്യ ബർണബാസ് പിതാവിന്റെ ശുശ്രൂഷയിലൂടെ സഭയ്ക്കും സമൂഹത്തിനും ലഭിച്ച നന്മകൾ എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്നും മാർ ജോസ് പുളിക്കൽ അനുസ്മരണ സന്ദേശത്തിൽ പറഞ്ഞു. വിശ്വാസത്തെയും സ്വന്തം ബോധ്യങ്ങളെയും തീക്ഷ്ണതയോടെ പ്രഘോഷിച്ച മാർ ബർണബാസ് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകളെല്ലാം വിശ്വസ്തയോടെ പൂർത്തിയാക്കിയ ആത്മീയ ആചാര്യനാണെന്നും ആഴമേറിയ പ്രാർത്ഥനയുടെയും അറിവിന്റെയും വെളിച്ചത്തിൽ ശക്തമായ ശുശ്രൂഷ നിർവഹിക്കുവാൻ മാർ ബർണബാസിന് കഴിഞ്ഞുവെന്നും കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മുൻ അധ്യക്ഷൻ മാർ മാത്യു അറയ്ക്കൽ അനുസ്മരിച്ചു. ഷെക്കേന ന്യൂസ്, കോട്ടയം.